ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ത് വീഡിയോ ആണെന്നറിയോ? ഇന്നൊരു Q&A വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അടുത്തൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പേര് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് Q&A സ്പെഷ്യലായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പേരെന്താണ്, സ്കൂൾ എവിടെ, പഠിക്കണത്, ഞങ്ങളുടെ യൂട്യൂബ് സാലറി, അങ്ങനെ കുറെ പേര് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ എന്നാ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അക്കൗണ്ടിന്റെ പേരെന്തോ വേറെ എന്തോ ആണ്, അതുകൊണ്ട് വായിക്കാൻ പറ്റില്ല, എന്തോ കുറച്ച് ആൽഫബറ്റ്. അതെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഇസ് യുവർ പ്ലേസ്? എൻ്റെ പ്ലേസ് എറണാകുളത്ത് തമ്മനത്താണ് ട്ടോ. എറണാകുളം തമ്മനത്താണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അലാന്യ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഫേവറേറ്റ് ഫുഡ്, പ്ലേസ്, കളർ. ഫേവറേറ്റ് ഫുഡ് ഏതാ? എനിക്ക് എന്ന് വെച്ചാൽ ഡെസേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അങ്ങനത്തെ. പിന്നെ ജങ്ക് ഫുഡ് ഇഷ്ടമാണ്. ഷവർമ്മയൊക്കെ ഇഷ്ടമാണ്. പിന്നെ പ്ലേസ് എന്താണ്, എനിക്ക് ഫിൻലാൻഡ് ഒക്കെ ഇഷ്ടമാണ്. യൂറോപ്യൻ കൺട്രി. എനിക്ക് യൂറോപ്യൻ കൺട്രീസ് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ അടുത്തത് ഫേവറേറ്റ് കളർ ഏതാ? ഫേവറേറ്റ് കളർ എൻ്റെ ലൈറ്റ് ആയിട്ടുള്ള പർപ്പിളില്ലേ, എന്ന് വെച്ചാൽ ലാവൻഡർ അല്ല, ഒരു എന്താ പറയാ എനിക്കറിയില്ല, നല്ല ലൈറ്റ് പിങ്കും ബ്ലൂവും മിക്സ് ആക്കുമ്പോൾ കിട്ടണ കളർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു വയലറ്റ് കളർ ഇഷ്ടം, മറ്റേ ഉജാലയുടെ ഒക്കെ ടൈപ്പ് കളറില്ല അങ്ങനത്തെ. അടുത്തത് സഫു അഹമ്മദ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഇക്കാക്കയുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ. പിന്നെ ഇക്കാക്കയുടെ അംബീഷൻ എന്താണ് എന്ന് വെച്ചാൽ പല കുറെ അംബീഷൻസ് ഉണ്ട്, പിന്നെ പ്രത്യേകിച്ചും തീരുമാനിച്ചിട്ടില്ല. അടുത്തത് ഹസൻ ബാവ. പ്ലേസ് എവിടെ? അത് നമ്മൾ എറണാകുളത്ത്. വിച്ച് സ്റ്റാൻഡേർഡ്? ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് ട്ടോ. ഞാൻ ഇപ്പൊ 10th. ഞാനിപ്പോ 7th. ക്വസ്റ്റ്യൻ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ കണ്ടത് ഞാൻ വിചാരിക്കാം കേട്ടോ. ഒരുപാട് വെറൈറ്റി കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നല്ല സന്തോഷമുണ്ട്. അടുത്തത് സനാമോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ആക്ടർ ഏതാണ്? എന്ന് വെച്ചാൽ എനിക്ക് ഡിക്യുവിനെ ഇഷ്ടമാണ്. എനിക്ക് ടൊവിനോനെ ഇഷ്ടമാണ്. അടുത്തത് വേറെ ഏതൊരു യൂസറാണ്, റാനിയ. വെക്കേഷൻ അല്ലേ, എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? മോള് കൂടുതലും റീൽസ് ഇടാൻ നോക്കണം, കാരണം നല്ല രസമായിട്ട് റീൽസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ട്രിപ്പ് പോവാന്ന് വെച്ചാൽ പ്ലാനൊന്നും ചെയ്തില്ല. പിന്നെ അമ്മയുടെ വീട് അങ്ങനെ കുറെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയിന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും അടുത്തത് നബീസ അഷ്റഫ് ആണ് കമന്റിട്ടേക്കണത്. മാഷാ അല്ലാഹ്, അനിയത്തിയും ഏട്ടനും സ്നേഹമുള്ള സഹോദരങ്ങളായി വളരട്ടെ. ആമീൻ. എന്ത് സാഹചര്യത്തിലും ഒന്നിച്ച് നിൽക്കാൻ അള്ളാഹു കഴിവും ഓർമ്മയും സന്തോഷവും സ്നേഹവും അള്ളാഹു നിങ്ങളിൽ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ. അതിന് എന്താണ് റിപ്ലൈ ആയിട്ട് വേറെ കമന്റ് വന്നിട്ടുണ്ട്. ഹായ് റാനി, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? നല്ല വിശേഷം. അപ്പോൾ ഇതാരാ കമന്റ് ഇട്ട? എനിക്കൊരു ഹായ് തരോ? ഞാൻ റിത. ഹായ് റിത, ഹലോ. പ്ലേസ് എവിടെയാ? എനിക്ക് സുഖാണെന്നൊക്കെ കമന്റ് ചെയ്യട്ടാ. എനിക്ക് സുഖമാണ്, അപ്പൊ എനിക്കും സുഖാണെന്ന് കമന്റ് ചെയ്യണോട്ടാ. പ്ലേസ് എവിടെയാന്ന് വെച്ചിട്ടുണ്ട്. എറണാകുളം തമ്മനോട്ടാ. എനിക്ക് എന്താണ് 12 years ആണ് ട്ടാ. എനിക്ക് 15 ആയി. ഏപ്രിൽ 20 ആയപ്പോ 20ക്ക് 15. ഞാൻ ഫാമിലിയെ പരിചയപ്പെടുത്തു. ഫാമിലി ഇത് ഞാൻ. പിന്നെ വാപ്പി ഇപ്പൊ കടയിൽ പോയിക്കണേട്ടാ. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉമ്മയാണ്. അപ്പൊ അതുള്ളൂ, വാപ്പി കടയിൽ ഉമ്മ വീഡിയോ ഷൂട്ട് ചെയ്യണം. പിക്കാക്ക് ഇത് രാവിലെ ഞാൻ ഐസ് എടുത്ത് കഴിച്ചിട്ട് തൊണ്ട ജസ്റ്റ് പണി വാക്കി കിടക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ നമുക്ക്. മുസ്തഫ മോനു ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ക്യാൻഡി ഏതാ?
ഫേവറേറ്റ് ക്യാൻഡി എനിക്ക് ആപ്പിൾ ലീബ് ഇഷ്ടമുണ്ട്. ആപ്പിൾ പിന്നെ മാംഗോ ബൈറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മാംഗോ ബൈറ്റും മെൻഡോസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ക്യാൻഡി ആയിട്ട് കൂട്ടുക ഞാൻ പറയാൻ പോകുന്നത് സിപ്പപ്പട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ കടിയിച്ചെന്നാൽ ഞാൻ സിപ്പപ്പട്ട കൂടുതൽ വാങ്ങിക്കാറ്. ഫേവറേറ്റ് ആക്ടർ ഞാൻ പറഞ്ഞ DQ ആണ്. ബർത്ത്ഡേ എന്താണ്? എൻ്റെ ബർത്ത്ഡേ February 7th ആണ്. എൻ്റെ April 20. ഫേവറേറ്റ് ഫ്രൂട്ട് എൻ്റെ റംബൂട്ടാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് എൻ്റെ തന്നെ കാക്കയുടെ റംബൂട്ടാൻ തന്നെ കേട്ടോ. ഫേവറേറ്റ് വെജിറ്റബിൾ എനിക്ക് കുക്കുംബർ, ക്യാരറ്റ്. വെജിറ്റബിൾ ആണോ ഫ്രൂട്ടാണ്? എനിക്ക് അങ്ങനൊന്നുമില്ല. വെജിറ്റബിൾ ഒക്കെ അങ്ങനെ. ക്യാരറ്റ് ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? ക്യാരറ്റ് വെജിറ്റബിൾ ആണ്. ക്യാരറ്റ് ഫ്രൂട്ട് അല്ല ടൊമാറ്റോ വെജിറ്റബിൾ ആണോ ഫ്രൂട്ടാണോ? ഫ്രൂട്ടും ആണ് വെജിറ്റബിൾ ആണ്. ഡു യു ലൈക്ക് സൂപ്പ്? സൂപ്പ് എനിക്ക് ഇഷ്ടമുണ്ട് ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില എനിക്ക് എന്താണ് ഇന്നലെയും കൂടി ഞങ്ങൾ കഴിച്ചോളൂ കേട്ടോ. സൂപ്പ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താണ് ചില സൂപ്പൊന്നും എനിക്ക് കൂട്ടില്ല കേട്ടോ. എനിക്ക് ടേസ്റ്റ് എനിക്ക് പറ്റുന്ന സൂപ്പൊക്കെ ഞാൻ കുടിക്കും കേട്ടോ. ഞാൻ ആദ്യം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇഷ്ടമായി ഞാൻ കുടിക്കും. അങ്ങനെയുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര നേരം ചോദിച്ചാൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ. കുഞ്ഞ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് റാണിയുടെ ബിഗ് ബോസ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? അങ്ങനെ ചോദിച്ചാല് ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്. ഫേവറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്ങനെയൊന്നും ഫേവറേറ്റ് ഒന്നുമില്ല. എന്നാലും മോഹൻലാലിന് ഇഷ്ടമാണ്. പിന്നെ ശ്രീതു ഇല്ലേ, അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം കേട്ടോ. ഞാനതാ അടുത്തത്. ബാക്കിയുള്ളതൊന്നും ഞാൻ എന്താണ് ഞാൻ കാണും, ഫാനായിട്ടൊന്നുമില്ല ടാരുടെ. അടുത്തത് ഹസൻ ബാബ എന്ന് പറയുന്ന പ്ലേസ് എവിടെ? അത് പറഞ്ഞു. വിച്ച് സ്റ്റാൻഡേർഡ്? അത് വിച്ച് സ്കൂൾ? ഞാൻ നാഷണൽ പബ്ലിക് സ്കൂളിലാണ് എടപ്പള്ളി. ഞങ്ങളുടെ അടുത്തടുത്താണ്. ഏജ് ഞാൻ പറഞ്ഞ എനിക്ക് 12 years old ആണ് കേട്ടോ. എനിക്ക് 15 ആയി കഴിഞ്ഞ ദിവസം. പിന്നെ അടുത്ത ഷഹല വേൾഡ് ആണ് ചോദിക്കുന്നത്. ഡ്രീം പ്ലേസ് എവിടെയാണ്? രണ്ടുപേരും പറയണേ. ഡ്രീം പ്ലേസാ അത് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് എന്താണ് അങ്ങനെയല്ല, ഞാൻ കുറെ ട്രാവൽ വ്ലോഗ്സ് ഒക്കെ ഇരുന്ന് കാണും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നിഹാൽ അഹമ്മദ് ഫേവറേറ്റ് സോങ് ആണ് അന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇംഗ്ലീഷ് സോങ്സ് ആണ്. ഞാനും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സോങ് കേൾക്കാറ്. മലയാളം കേൾക്കും, മലയാളം ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഞാൻ ഇംഗ്ലീഷ് കേൾക്കാറ്. ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാം ഇഷ്ടം. മലയാളവും പിന്നെ പുളിയാണ്ട സെറ്റാണ്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഹിന്ദി ഇന്നലെ മണിച്ചിത്ര ഇടമാട്ടെ അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നാൽ 1 മണിക്കാണ് അത്രയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സഫു അഹമ്മദ് ഇക്കാക്കയുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. യൂറോപ്യൻ. പിന്നെ ഇക്കാക്കയുടെ അംബീഷൻ എന്താണ്? അതിങ്ങനെ പ്രത്യേകിച്ച് അംബീഷൻ ഒന്നുമില്ല, കുറെ അംബീഷൻസ് ഉണ്ട്, തീരുമാനിച്ചിട്ടില്ല. അടുത്ത ആള് വെച്ചേക്കണേ ജാഫർ തങ്ങൾ. വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു സ്റ്റഡിയിങ്? ഞാൻ 7th സ്റ്റാൻഡേർഡ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 10th. അടുത്ത യുവർ ഡ്രീം എന്ന് പറയുമ്പോ പല പല ഡ്രീംസ് ഉണ്ട്. എന്റെ ഏറ്റവും വലിയ ഡ്രീം എത്ര എന്റെ യൂട്യൂബ് ചാനൽ 1 million സബ്സ്ക്രൈബേഴ്സ്. അതെ അതാണ് ഇപ്പോഴത്തെ ഡ്രീം. എന്താണ് എനിക്കിപ്പോ 8 lakh സബ്സ്ക്രൈബ് ആയി. ഇനി എനിക്ക് 2 lakh കൂടി വേണം. 1 million എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ദ യൂട്യൂബ് ചാനൽ? കൊറോണയുടെ ടൈമില് വീട്ടിൽ ഇരുന്നപ്പോ വെറുതെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത. നമുക്ക് സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊറോണ ടൈം. അപ്പൊ വെറുതെ വീട്ടില് ബോറടിച്ചിരിക്കണായിരുന്നു. അപ്പൊ ഇക്കാക്കാന്റെ ഫോണിൽ ജസ്റ്റ് യൂട്യൂബ് ആണ്. അപ്പൊ നോക്കിയപ്പോ ഒരു മിനിയേച്ചർ കുക്കിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്കത് കണ്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇക്കാക്കാന്റെ അടുത്ത് ഞാൻ എനിക്ക് കിച്ചൺ സെറ്റ് ഉണ്ടാക്കി തരാൻ. വേറെ ഏതൊരു രാജ്യത്തെ ആൾക്കാരെ ചെയ്ത്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് കുറവായിരുന്നു ചെയ്തത്.
കേരളത്തിൽ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് അങ്ങനെ വെച്ചപ്പോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ബേസ് ബോർഡൊക്കെ വെച്ചെങ്കിൽ ചെറിയൊരു ഇത്രയുള്ള ഒരു കിച്ചൺ സെറ്റ് ഒരു കിച്ചൺ ഉണ്ടാക്കി തന്ന് വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കുഞ്ഞു കറിപ്പാത്രമൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ ചെയ്ത്. പിന്നെ ഇക്കൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി ഇപ്പൊ നമുക്ക് 8 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാൻ അടുത്തത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അലാനി മറ്റേ അക്കൗണ്ടിൽ അതിന് മുമ്പ് നമുക്ക് കമ്മിറ്റഡ് ആണോ ഓർ സിംഗിൾ? ഭയങ്കര ചൂട് ഫ്രണ്ട്സ് പുറത്ത് നല്ല തണുത്ത ജ്യൂസാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല രാത്രി ഐസ് എന്നിട്ട് എനിക്ക് തൊണ്ട പോയിട്ടാണ്. പക്ഷെ എനിക്ക് തണുപ്പിനോട് വിടാൻ പോകാണ് ഭയങ്കര ചൂട് കുടിക്കട്ടെ. അടുത്തത് ബുഷറ ഉഷ ഏത് ക്ലാസ്സിലാണ് രണ്ടുപേരും പഠിക്കുന്നത്? ഞാൻ 7th കാക്ക 10th. ഇത്താത്താക്ക് ഈ ഡ്രസ്സ് ഏതൊരു യൂസറാണ് കേട്ടോ. ഇത്താത്താക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്, തിരുവനന്തപുരം പോകാറുണ്ട്. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഡ്രസ്സ് ഇട്ടില്ല, ആ ഡ്രസ്സിനെ കുറിച്ചാണ് വൈറ്റ് കളറാണ് ഞാൻ തയ്പ്പിച്ച ഡ്രസ്സാണ് എന്റെ വീടിന്റെ അടുത്തുള്ള. ആ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. തിരുവനന്തപുരം പോകാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ അവിടെ പോകാറൊന്നുമില്ല, 2-3 പ്രാവശ്യം അവിടുത്തെ ലുലു മാളിലൊക്കെ പോയിട്ട്. ലുലുല് പിന്നെ ഭീമാപ്പള്ളിയില്ലേ, ഭീമാപ്പള്ളി പോകാനാണ് ഞാൻ മെയിൻ ആയിട്ട് പോയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് കൊറേ കറങ്ങി ലുലു പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയി. അപ്പൊ ലുലു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈമായിരുന്നു, അപ്പൊ അവിടെയൊക്കെ പോയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി സിബ്ലിംഗ്സ് ഡു യു ഹാവ്? ഞങ്ങൾ 2 പേര് മാത്രമേ. അടുത്തത് എന്റെ പേരൊന്ന് പറയണം. റൌഫ് ഫാത്തിമ. ഹായ് റൌഫ് ഫാത്തിമ. ഹലോ ഹായ്. അടുത്തത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നൗഫിയ ഷാഹുൽ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏജ് എത്ര? ഇക്കാക്കയുടെ നെയിം എന്താ? ഉമ്മയുടെയും വാപ്പയുടെയും നെയിം, പ്ലേസ് എവിടെ? ഏജ് എന്റെ നെയിം അൽറയാൻ. എന്റെ പേര് ഐൻ റാനിയ. ഉമ്മയുടെ പേര് ഷെൻസിയ. വാപ്പയുടെ പേര് നിസാർ. പ്ലേസ് തമ്മനം. പ്ലേസ് തമ്മനത്ത്. പിന്നെ ഏജ് ഞാൻ പറഞ്ഞു എനിക്ക് 12. കാക്കക്ക് എത്ര? 15. ഒരാള് കാറ്റ് വാക്കൊക്കെ ചെയ്ത് നടന്നു വന്നിട്ടുണ്ട്. പെണ്ണ ശുണ്ടടി ശുണ്ടടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇക്കാക്ക റൈഹാനത്താണ് ചോദിച്ചത്. ഇക്കാക്ക എത്രയിലാ പഠിക്കുന്നത്? ഞാൻ 10th. ഇക്കാക്കയുടെ സ്കൂൾ ഏതാ? ക്യാമ്പിൽ. നിങ്ങളുടെ വീട് എവിടെയാണ്? തമ്മനം. റാനിയമോൾ എത്രയില്ല? ഞാൻ 7th പഠിക്കുന്നത്. അബ്ദുറഹ്മാൻ മിനിയേച്ചേഴ്സ് എവിടെന്നാ കിട്ടണേ? അത് ഞങ്ങൾക്ക് കോയമ്പത്തൂരിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ആദ്യമൊക്കെ ഓൺലൈൻ വഴി വാങ്ങിയായിരുന്നു. പിന്നെ കോയമ്പത്തൂരിന്നാണ്. അടുത്തത് മജീദ് എന്നുള്ള മജീദ്. ഇപ്പോൾ എന്താ മിനിയേച്ചർ വീഡിയോ ഇടാത്തത്? പ്ലീസ് റിപ്ലൈ. പ്ലീസ് കുറെ പ്ലീസ്. എന്താ മിനിയേച്ചർ ഇടാത്തത്? അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നല്ല ടാസ്ക് ആണ്. അതായത് സ്കൂളുള്ള ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മദ്രസയൊക്കെ പിന്നെ സാറ്റർഡേ സൺഡേ എടുത്താലും നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്താലും ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവും തീരുമ്പോ. അത്ര ടാസ്ക് ആണ് അത്. വീഡിയോ കാണുമ്പോൾ ഒരു കുറച്ച് ഡ്യൂറേഷൻ ഉള്ളെങ്കിലും അതിന്റെ പുറകെ ഭയങ്കര കുറെ ഹാർഡ് വർക്ക് ഉണ്ട്. സോ കൊറോണയുടെ ടൈമിൽ നമ്മ പിന്നെ ഫുൾ ടൈം വീട്ടിലായിരുന്നത് കൊണ്ട് നമ്മ അങ്ങനെ ചെയ്തു പോയതാ. അപ്പൊ സ്കൂളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ നിർത്തിയതാ. ഇപ്പൊ നമ്മ അതുകൊണ്ട് വ്ലോഗ് ചെയ്യാം. കുട്ടി സാധനങ്ങളുണ്ട്. എന്താണ് എല്ലാം കൂടി നിങ്ങൾക്ക് കാണുമ്പോ നമുക്ക് വീഡിയോ പിടിക്കുമ്പോ എന്തായാലും നന്നായിട്ട് പിടിക്കണം. അപ്പൊ പിന്നെ അതെല്ലാം ഇവിടെ സെറ്റ് ആക്കി വെക്കണം, പിന്നെ ഉണ്ടാക്കണം. കുഞ്ഞി സാധനമല്ലേ, പക്ഷെ നല്ല രസമുണ്ടാ ചെയ്യാന്. പിന്നെ എന്താണ് അത് എടുത്തുകൊണ്ട് വെക്കണം. അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. കൈകരക്കുമ്മിയാണ് എന്നാലും പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞത്. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ടഫാണ്. സ്കൂളുള്ളപ്പോൾ ഒട്ടും പറ്റൂല ഈ വക കാര്യം ചെയ്യാനായിട്ട്.
ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റില്ല. പിന്നെ കൊറോണ ടൈമിൽ നമ്മൾ ചെയ്തായിരുന്നു, ഫുൾ ടൈം വീട്ടിലൊക്കെ ആയിരുന്നു. ഫുൾ ടൈം വീട്ടിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മുസ്തഫ മോനു, നേരത്തെ വന്ന അക്കൗണ്ടിൽ നേരത്തെ ഒരു ഫേവറേറ്റ് കാർട്ടൂൺ. ഫേവറേറ്റ് കാർട്ടൂൺ എനിക്ക് ഓഗ്യാൻ ദ കോക്രോച്ച് പണ്ട് മുതലേ ഞാൻ കാണും. പിന്നെ മിസ്റ്റർ ബീന്റെ ആനിമേഷൻ അല്ലേ മിസ്റ്റർ ബീന്റെ, അതും നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ടി വി തന്നെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കാണാം. പക്ഷേ ഓഗ്യാൻ ദ കോക്രോച്ച് ഇപ്പൊ വന്നില്ല. എനിക്ക് ഹിന്ദിയാണ് അതിന് ഇഷ്ടം. ഓഗ്യാൻ ദ കോക്രോച്ചിന്റെ പൊളിയാണ്. അടുത്തത് ഫേവറേറ്റ് മൂവി. ഫേവറേറ്റ് മൂവി ചോദിച്ചാല് അങ്ങനെ ഫേവറേറ്റ് മൂവി ആയിട്ട് ഒന്നുമില്ല, എല്ലാം കാണും. എനിക്ക് കുറച്ച് മൂവീസ് ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് എന്താണ് എന്താ പറയാ, ഞാൻ ഈ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് മറ്റേ നമ്മുടെ വിജയുടെ ജില്ല എന്നുള്ള മൂലത്തെ പോലെ, അത് പണ്ട് ജില്ലയും പിന്നെ പുലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ പണ്ടത്തെ ഫേവറേറ്റ് ആണ്. പിന്നെ വിശ്വാസം വിശ്വാസം ഞാൻ കാണും, ഞാൻ ഫേവറേറ്റ് ആയിട്ട് കൂട്ടൂല. എനിക്ക് പിന്നെ ഈടായിട്ട് പിന്നെ 2018 ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞുമൽ ബോയ്സും അടിപൊളിയാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മൾ റീസെന്റ് ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ റിയൽ ആക്ച്വൽ പ്ലേസിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്താണ് മഞ്ഞുമൽ, കുറച്ച് പോയാൽ മതി. റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ. അപ്പൊ ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ അബ്ദുറഹ്മാൻ അയച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ എത്ര കിട്ടി? ഏതോ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളൂ, സിൽവർ ആണ്. അപ്പൊ ഇനി 2 ലക്ഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അന്നൊരു ദിവസം ആ സിൽവർ പ്ലേ ബട്ടൺ ഇവിടെ കൊറിയർ വന്നിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 lakh കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നിട്ട് എന്നെ പ്ലേ ബട്ടൺ വന്നാൽ അറിയിച്ചില്ല. പിന്നെ കൊറിയർ വന്നത് തുറന്നു നോക്കിയത് ശരിക്കും നെറ്റിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ നാളായി. അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ഹായ് പറയൂ കീർത്തന. ഹായ് കീർത്തന. ഹലോ ഹായ് കീർത്തന, സുഖമല്ലേ നിങ്ങൾക്ക്? കമന്റ് ചെയ്യണേ. അടുത്തത് ഷിഫാന ഷാഹിദ്, മിനിയേച്ചർ എവിടെ നിന്നാ വാങ്ങുന്നത്? കോയമ്പത്തൂരിൽ നിന്നാണ്. പിന്നെ ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്യാൻ കിട്ടൂട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ അനസ് പി ആണ് ചോദിച്ചത്. റാനു സേ ഐ ആം യുവർ ബിഗ് ഫാൻ ഇൻ 3 years ഓൺവേർഡ്സ്. 3 വർഷം മുമ്പേ നമ്മുടെ കട്ട ഫാനാന്ന് പറയണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്താൽ നല്ല താങ്ക് യു. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം. അതെ, ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം. അതായത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും കമന്റ് ഇട്ടിട്ട് നല്ല സന്തോഷം. താങ്ക് യു. ഫേവറേറ്റ് കാർട്ടൂൺ ചോദിച്ചിട്ടുണ്ട്. കോക്രോച്ചും പിന്നെ മിസ്റ്റർ ബീൻ. ഫേവറേറ്റ് കാൻഡി എന്താണ്? എനിക്ക് മാംഗോ ബൈറ്റ് മെൻഡോസ്. എനിക്ക് അയ്യോ ആപ്പിൾ ഇവിടെ പിങ്ക് എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്തോ സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല. മധുരൻ്റെ ചോണ്ട. പിന്നെ മറ്റേ കാരമലിന് എനിക്ക് ഇഷ്ടമാണ്. ആനിമി മൂവീസ് ആണ് ഇഷ്ടമുള്ളത്? ഇഷ്ടമൊക്കെയാണ്. മൂവീസ് ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ടം. ബെസ്റ്റ് ഫ്രണ്ട്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിനക്കറിയാലോ, അഫ്രിയാണ്ട. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ അഫ്രീൻ്റെ വ്ളോഗിലും മിനി വ്ളോഗിലൊക്കെ അഫ്രി എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഇവൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഫ്രി. പിന്നെ മദ്രസയിലത്തെ ബെസ്റ്റ് ഫ്രണ്ട് 3 പേരുണ്ട് കേട്ടോ. സുഹറ, പിന്നെന്താണ് ഹൈനിയ, ഫാത്തിമ, പിന്നെ ഞങ്ങൾ 4 പേര് ബെസ്റ്റീസാണ്. പിന്നെ സ്കൂളിൽ എനിക്ക് ഐഷയും അതിനെയും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ 3 പേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ഡിസ്നി പ്രിൻസസ് ആരാ? എനിക്ക് പ്രിൻസസ് ജാസ്മിൻ ഇഷ്ടമാണ് കേട്ടോ. പ്രിൻസസ് ജാസ്മിന്. പിന്നെ സോഫിയ എനിക്ക് ഇഷ്ടം. അടുത്തത് ഫേവറേറ്റ് സോങ്? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. മലയാളം എനിക്ക് ഇംഗ്ലീഷും ഒക്കെ ഇഷ്ടമാണ്. അടുത്ത ഫസീല പി വി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസീല പി വി ട്രഡീഷണൽ ഡ്രസ്സാണോ മോഡേൺ ഡ്രസ്സാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മോഡേൺ ഇഷ്ടമാണ്, ട്രഡീഷണലും ഇഷ്ടമാണ്. എനിക്ക് 2 ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒന്നുമില്ല, കാരണം രണ്ടിനും അതിൻ്റെതായ ഒരു രണ്ടിലും എന്താണ് മോഡേൺ ഡ്രസ്സ് ഇട്ടാലും ട്രഡീഷണൽ ഇട്ടാലും എന്താ അറിയില്ല, ആ ഡ്രസ്സിൻ്റെതായ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ 2ഉം ചേരുന്നുണ്ട്. അതാണ് ഞാൻ മോഡേൺ ഇട്ടാലും ട്രഡീഷണൽ ഇട്ടാലും എനിക്ക് ചേരാറുണ്ട്. എല്ലാവരും പറയാം താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടാ. ഇക്കാക്കാനും പറഞ്ഞില്ല. അയ്യോ പോട്ടെ. അടുത്തത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ. നെയിം, ഏജ്, സ്കൂള്, സ്റ്റാൻഡേർഡ്, അതൊക്കെ.
കുറെ പേര് അങ്ങനെ എനിക്ക് ഞാൻ മെയിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ കമന്റ്സ് ആണ് കേട്ടോ. ഏജ്, സ്കൂള്, നെയിമായി. വേറൊരു എന്തോ ഒരു അക്കൗണ്ടാണ് ഐബിന്റെ ഫേവറേറ്റ് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു. ഫേവറേറ്റ് കളറ് അതും പറഞ്ഞു. ഫേവറേറ്റ് ഫ്രൂട്ട് അതും പറഞ്ഞില്ലേ? റംബുട്ടാൻ. ഫേവറേറ്റ് സോങ് അതും പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ചാനൽ ഇഷ്ടമാണ്. റാനിയ ഇടുന്ന മെഹന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് മാഷാഅല്ലാഹ്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ മൈലഞ്ചി ഇല്ല, ഇടാനും ഞാൻ ഇടാത്തിന് വീഡിയോ. യൂട്യൂബ് സാലറി, ഏജ്, പ്ലേസ്. അത് നമുക്ക് ഈ വീഡിയോയുടെ ഇടയിൽ പറയാം. പിന്നെ അടുത്തേതാ? സുമയ്യ സി. യുവർ ബ്രദർ ഹോബീസ് യുവർ അംബിഷൻ. ഹോബീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറെ ഹോബീസ് ഉണ്ട്, കുറെ അംബിഷൻസ് ഉണ്ട്. സിംഗിങ് ആണ്. റൂമിലിരിക്കും, ബാത്റൂമിൽ കുറെ നിന്നിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അടുത്ത ഫേവറേറ്റ് യൂട്യൂബറാ എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് നല്ല രസമാണ്. പിന്നെ വേറെ എനിക്ക് കുറെ യൂട്യൂബേഴ്സ് ഇഷ്ടം. ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. ഹൈഫ എന്ന് പറഞ്ഞൊരു കുട്ടി എന്താണ് എനിക്ക് യെല്ലോ കളർ ഫുഡ് യെല്ലോ ഫുഡ് ചലഞ്ച് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യട്ടെ, ഇൻഷാല്ലാ ഞാൻ എന്തായാലും ചെയ്യാം. പിന്നെ പിങ്ക് കളർ ഫുഡ് ചലഞ്ച് ചെയ്യുമെന്നും വേറെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നു. പിന്നെ താഹിറും അടുത്ത് ഞാൻ നോക്കാം. പിന്നെ താഹിറു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ ഐഷു എന്ന് പറഞ്ഞ ഒരു എന്താണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ പേര് പറയുമെന്ന് വെച്ചാൽ. അപ്പോൾ ഹായ് ഐഷു. പിന്നെ ഒരു വാട്ടർ ഈറ്റിംഗ് ഡേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അക്കൗണ്ടിൽ നിന്ന് നടക്കുന്നത് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താ? കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, കുറെ ടൈം എടുത്ത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, എനിക്ക് എപ്പോഴും കമന്റ് ചെയ്യുന്ന എനിക്ക് കട്ട സപ്പോർട്ടായി നിൽക്കണം. എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, റംസീസ് വ്ലോഗ് എന്ന പേര്. എനിക്ക് എപ്പോഴും നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ, നല്ല സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം, ലിസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ പേര് റുക്കിയ, വീഡിയോയിൽ ഹായ് പറയാൻ മറക്കല്ലേ. ഹായ് റുക്കിയ. ഹലോ ഹായ് റുക്കിയ, സുഖല്ലേ? ഇത് വായിക്കുവോ? പിന്നെന്താ, ഞാൻ റാനിയുടെ നമ്പർ 1 ഫാനാണ് ആൻഡ് ലവ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നു. ഓക്കെ, റാനിയയുടെയും ഇക്കാക്കയുടെയും റിയൽ നെയിം എന്താണ്? ഞാൻ അൽ റയാൻ. ഞാൻ ഐൻ റാനിയ. വേർ ഈസ് യുവർ പ്ലേസ്? എറണാകുളം തമ്മനത്ത്. വാട്ട് ഈസ് യുവർ സ്കൂൾസ് നെയിം? ഞാൻ ക്യാമ്പ്യൻ. ഞാൻ നാഷണൽ പബ്ലിക് സ്കൂൾ. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? നമ്മ പറഞ്ഞു. ഫേവറേറ്റ് കളർ അതും പറഞ്ഞു. കളർ എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ ആണ് അതിന്റെ ഇഷ്ടം. ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? സബ്ജക്ട് പിടി. നിങ്ങളുടെ ബർത്ത്ഡേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് മിക്ക സബ്ജക്റ്റും ഇഷ്ടമാണ്. ഇനിയിപ്പോ 7th തുടങ്ങിയിട്ട് വേണം എനിക്ക് ഏത് സബ്ജക്റ്റ് ആണ് തീരുമാനിക്കാൻ. ഈ 6th-ലുള്ള കാര്യം എനിക്ക് മലയാളവും പിന്നെ എന്താണ് സോഷ്യലും എനിക്കിഷ്ടമാണ്. ഇനിയിപ്പോ 7th തുടങ്ങിയിട്ട് വേണം അടുത്തത് ഏത് സബ്ജക്റ്റാ ഫേവറേറ്റ് നോക്കാം. PT പിന്നെ വിട്ട് കളിയില്ല. PT എനിക്ക് LKG മുതൽ ഫുൾ ടൈം എനിക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണ്? എൻ്റെ April 20th. എനിക്ക് എൻ്റെ കഴിഞ്ഞു. എനിക്ക് February 7th. ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? റംബുട്ടാൻ. ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാ? ഫേവറേറ്റ് വെജിറ്റബിൾ ഞാൻ പറഞ്ഞത് കുക്കുംബർ. ഫേവറേറ്റ് മൂവി ഏതാ? അതും പറഞ്ഞു. നിങ്ങളുടെ അംബിഷൻ എന്താണ്? എൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ എനിക്ക് എയർ ഹോസ്റ്റസ് പറ്റിയ. എന്നാലും ഇക്കാക്ക് പിന്നെ എനിക്ക് അതല്ല ഫ്രണ്ട്സ്, എനിക്ക് LKG ടീച്ചറായിരുന്നു, UKG ഡോക്ടർ, അങ്ങനെ മാർക്കൊണ്ടേ ഇരിക്കുക. എനിക്കറിയില്ല, എല്ലാ വർഷവും ഈ എന്താണ് 6th വെച്ച് എനിക്ക് എയർ ഹോസ്റ്റലായി 7th വെച്ച് മാറും കേട്ടോ. 7th വെച്ച് Q&A ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടാൽ അവൻ വേറെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ പറയുന്നത് എയർ ഹോസ്റ്റൽസ് പറ്റി. എനിക്ക് സീസൺ എനിക്ക് സ്പ്രിങ്ങും ഇഷ്ടമാണ്, വിന്ററും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ സമ്മർ ഇപ്പത്തെ സമ്മർ ഉണ്ട്. ഇത് ശരിക്കും സ്പ്രിംഗ് ആണ്, പക്ഷെ സമ്മർ പോലെ ഉണ്ട്. ഇപ്പൊ ഇടക്ക് മഴ പെയ്യും, പെയ്താൽ തന്നെ ഒരു 2 മിനിറ്റ് ഒക്കെ പിന്നെ വിന്ററും എനിക്കിപ്പോ ടോട്ടൽ എനിക്ക് വിന്റർ വേണമെന്നുണ്ട്.
പിന്നെ സ്പ്രിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭയങ്കര ഇഷ്ടം. മെഹന്തി ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഞാൻ മെഹന്തി ക്ലാസ്സിന് ഇതുവരെ ഞാൻ പോയിട്ടില്ല. എവിടെ മൈലാഞ്ചി പിടിച്ചിട്ടില്ല? അവിടെ ഞാൻ ഒറ്റക്ക് ഞാനില്ലല്ല ചെറുതിന് മുതൽ എനിക്ക് എന്താ അറിയില്ല ഇങ്ങനെ ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബുക്ക് ഉമ്മ എനിക്ക് വന്നൊരു ദിവസം ഒരു ബുക്ക് കൊണ്ടുവന്ന് വന്നു. എന്നിട്ട് ഞാൻ ആ ബുക്കിൽ കൈ ഇങ്ങനെ വെച്ച് പെൻസിലാണ് യൂസാണ്. ആ പെൻസിൽ വെച്ച് വരച്ച് LKG UKG ഒക്കെ ആയപ്പോഴാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൂവൊക്കെ വരച്ച് ഇങ്ങനെ വെറുതെ വരച്ച് ഡെയിലി വരക്കുറന്ന് ഒരു ബുക്ക് ഇരുന്ന് അടുത്ത ബുക്ക് അങ്ങനെ വരച്ച് പിന്നെ എനിക്ക് മൈലാഞ്ചി വെച്ച് വരക്കാൻ പഠിച്ചിട്ടാ. അങ്ങനെ ഞാൻ എനിക്ക് പക്ഷേ അത്രക്കൊന്നും ഇടാൻ അറിയില്ല കേട്ടാ. ഞാൻ വീഡിയോസ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രൊഫഷണലായി ഇടാൻ അറിയില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കല്യാണ പിറന്നാളിനൊക്കെ നമുക്ക് ജസ്റ്റ് ഇടാം. അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ മൈലാഞ്ചി. ആക്ടറും ആക്ട്രസും എനിക്ക് DQ, പിന്നെ ആക്ട്രസ് എനിക്ക് മഞ്ചാരി. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 15. എനിക്ക് 12. സ്റ്റേറ്റ് സിലബസ് ആണോ അതോ CBSE ആണോ? രണ്ടുപേരും CBSE. ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഏതാ? ഇഷ്ടമല്ലാത്തതായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമൊക്കെയാണ്, എന്നാലും ഇഷ്ടമല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. പറയാൻ പാടില്ലല്ലോ. ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞു. ഇക്കാക്കയുടെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞില്ല. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല കമ്പനിയാണ്. അതായത് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അതായത് ഒരാളും കുറച്ച് പേര് മാത്രം കട്ട ഫ്രണ്ട്സ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഇവിടെ ഉണ്ട്, വീടിന്റെ അടുത്തുണ്ട്, സ്കൂളിലുണ്ട്, മദ്രസയിലുണ്ട്, എല്ലായിടത്തും എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നാലും എപ്പോഴും കൂട്ടി നടക്കുന്ന എനിക്ക് ബെസ്റ്റീസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തും നല്ല കമ്പനിയാണ്. പക്ഷെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല, എല്ലാവരും എനിക്ക് എന്താണ് എന്റെ സ്കൂളിൽ നിന്ന് ഞങ്ങള് ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ 3 പേരുടെ ഞാൻ പറഞ്ഞില്ല ഐഷ, അതെ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബാൻഡ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് നെയിം? വാപ്പയുടെ പേര് നിസാർ എന്നാണ്, ഉമ്മയുടെ പേര് ഷെൻസിയാണ് കേട്ടോ. ഫേവറേറ്റ് ഇമോജി ഏതാ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇമോജി വെച്ചാൽ എനിക്ക് ചിരിക്കണ ഇമോജിയാണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചിരിക്കൂല, ആ ഒരു ഇമോജി ഇഷ്ടമാണ്. കാക്കാടെ ഇമോജി ഞാൻ വാട്സാപ്പിൽ യൂസ് ചെയ്യും. പിന്നെ ഹാർട്ട്. റാനിയൊക്കെ പെറ്റ്സ് ഉണ്ടോ? പെറ്റ് എനിക്ക് ആകെ ഒരു പെറ്റ് ഉണ്ടാവുന്നുള്ളൂ, എന്റെ സുലുമോളാണ് കേട്ടോ. ഇവിടുത്തെ 2 പൂച്ചയുണ്ട്. ഇപ്പൊ ഇവിടെ 2 കറങ്ങിടക്കുണ്ട്. പെറ്റാന്ന് പറയില്ല, പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ഇരിക്കല്ലോ അതേപോലെയാണ്. 2 ഉണ്ട് കേട്ടോ. എന്താണ് ഇക്കാക്ക് ഇരിക്കണ സ്ഥലത്ത് ഒരെണ്ണം, ഞാൻ ഇരിക്കണ സ്ഥലത്ത് ഒരെണ്ണം എപ്പോഴും ഇരിക്കും. ഇപ്പൊ എവിടെയൊക്കെ ഇറങ്ങാൻ പോയേക്കാണ് 2 കൂടിയും. എന്നിട്ട് ഉമ്മി ഇവിടെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് മിയാന്നറിയും. ഉമ്മ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും. 2 പേരും കൂടി സംസാരിച്ചിരിക്കും. മീൻ വാങ്ങിക്കണ ദിവസം ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഹാജരായി നിൽക്കൂട്ട. എന്തായാലും അറിയാം, ആ കറക്റ്റ് ടൈം ആകുമ്പോ ഇവിടെ വന്ന് നിൽക്കും ഉമ്മേന്റെ. എന്നിട്ട് ഉമ്മയുടെ കാലിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കൂട്ട. പക്ഷെ തൊടയൊക്കെ ചെയ്യാം. ആദ്യം പേടിയായിരുന്നു അതിന് ഞങ്ങളെ കാണുമ്പോ. ഇപ്പൊ നല്ലോണം തൊടും. അതിലൊരു പൂച്ച ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ കുഞ്ഞ് എവിടെയെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ നേരത്തെ കണ്ടില്ല ഒരു സുന്ദരി ഞങ്ങൾ പോയത്, അത്. ഫേസ്ബുക്കിൽ റാനിയ ഉണ്ടോ? ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ട്. റാനിയാസ് മിനിയേച്ചർ തന്നെയാണ്. വീഡിയോസ് അധികം ഇല്ല, എന്നാലും കുറെ കിട്ടുന്നുണ്ട് കേട്ടോ. എപ്പോഴേ എഴുന്നേക്കുന്നത്? ഇപ്പൊ മദ്രസ ഓർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങക്ക്. അതിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് എണീക്കും. പിന്നെ എന്താണ് സ്കൂൾ തുറക്കുമ്പോ ഒരു 5:45 എണീക്കണം. എന്താ വെച്ചാ 6:30ക്കാണ് മദ്രസ. ഇപ്പൊ ഞങ്ങക്ക് 7 മണിക്കാണ് കേട്ടോ മദ്രസ. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാ ഉറങ്ങുന്നത്? അത് 10 മണി, 10:30, 11 മണി. പിന്നെ ഇന്നലെ 1 മണിക്ക് കിടന്നത്. എന്താ വെച്ചാ ഇന്നലെ ഞാൻ മണിച്ചിത്രത്താഴ് ഉമ്മ അപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടില്ല, എനിക്ക് എന്താ അറിയില്ല, കാണണമെന്നുണ്ടായിരുന്നു. ഫേവറേറ്റ് ഔട്ട്ഡോർ ഗെയിം ഏതാ? ഔട്ട്ഡോർ ഗെയിം ഷട്ടിൽ ബാറ്റ്, ഫുട്ബോൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കളിക്കും. ഇവിടെ ആമാനില്ലേ പൊക്കത്ത, അതിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ബൈ ആൻഡ് ലവ് യുവർ ഡ്രസ്. അപ്പോൾ ആ ലിസ്റ്റ് ഫുൾ കഴിഞ്ഞിട്ടോ. ഓക്കെ ബൈ. താങ്ക് യു. ഡ്രസ്സ് നന്നായിരുന്നു. താങ്ക് യു. അതെ, ഇത്രയും വലിയ കമന്റ് ചെയ്തതിനൊക്കെ താങ്ക് യു. ഓക്കെ. അടുത്തത്
ഓക്കെ, നമുക്ക് അടുത്ത കമൻറ്റ് വായിക്കാട്ടോ. അങ്ങനെ നമ്മുടെ ലിസ്റ്റ് ഒരു കമൻറ്റ് കഴിഞ്ഞ്, പക്ഷെ നല്ല സന്തോഷമുണ്ട് ഇത്രയും എല്ലാ നല്ല കമൻറ്റുകൾ കണ്ടിട്ട് വെറൈറ്റി കമൻറ്റ്സ് ആണ് കേട്ടോ. താങ്ക് യു. മെഹന്തി ഡിസൈൻ എങ്ങനെയാ പഠിച്ചത്? മെഹന്തി ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ വരച്ച് പഠിച്ചാണ്. പിന്നെ മെഹന്തി ക്ലാസ്സിന് എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരെ മെഹന്തി ക്ലാസ്സിന്. പിന്നെ ഞാൻ കയ്യിലിട്ടിട്ട് തന്നെ ഉണ്ട് അങ്ങനെ പഠിക്കണം. അടുത്തത് സഹദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ ഇട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ, പിന്നെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു വീഡിയോ. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എൻ്റെ പേര് പറയണം. അപ്ലോഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എനിക്ക് ഞാൻ പറയാ ഏതാണ്, ഞാൻ മിനിയേച്ചർ പണ്ട് മിനിയേച്ചർ ചെയ്തിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കണ വീഡിയോ ചെയ്ത്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ അത്രയും നാളെനിക്ക് 300 സബ്സ്ക്രൈബേഴ്സ് എന്തോളൂ. ആ വീഡിയോ എന്തോ പെട്ടെന്ന് എന്തോ വൈറലായി. അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറി, എന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാനൊക്കെ തുടങ്ങിയത്. ആ വീഡിയോ എങ്ങനെയോ എല്ലായിടത്തും എത്തി വൈറലായി. അതിനിപ്പോൾ അതിന് 6 മില്യൺ അത്ര എന്തോ വ്യൂവേഴ്സൊക്കെ ആയപ്പോൾ നല്ല സന്തോഷം വന്നിട്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ ഇട്ട വീഡിയോ ആണ്. പക്ഷേ പിന്നെ ഇടുണ്ടായിരുന്നു തോന്നിയ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടാണ് 3 വർഷമായപ്പോൾ അതിൻ്റെ ഇടയിൽ ഇട്ട വീഡിയോസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്തൊക്കെ മിനിയേച്ചർ കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് അധികം ഓർമ്മയില്ല. കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇടണ്ടായിരുന്നുള്ള ഒരു വീഡിയോസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ പോയി ക്വസ്റ്റ്യൻ. അടുത്ത ഹിസാന എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. അടുത്ത ഹിസാന കേട്ടോ. എന്താ പെറ്റ്സ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. പെറ്റ്സ് എന്താണ്, എനിക്ക് ആകെയുള്ള എന്റെ സുലിമോളായിരുന്നു. ഇപ്പൊ സുലിമോള് പോയിട്ട് ഞാൻ ക്യാറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ക്യാറ്റ്സ് ആണ് എനിക്ക്. ക്യാറ്റിന്റെ പൊന്നെ എനിക്ക് ജീവനാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 പൂച്ചയുണ്ട്. പിന്നെ എനിക്ക് പൂച്ചക്കുഞ്ഞിനെ വേണം എല്ലാവരും ഉണ്ട്. ഞാൻ ഇപ്പൊ എവിടേക്കോ തപ്പി നടക്കണേണ്. എനിക്ക് പൂച്ചക്കുഞ്ഞ് എങ്ങനെയെങ്കിലും എനിക്ക് വേണം. പൂച്ചക്കുഞ്ഞിനെ തപ്പി നടക്കണേണ്. പക്ഷെ കിട്ടിയിട്ടില്ല. എനിക്കിനി പൂച്ചക്കുഞ്ഞ് ഞാൻ ഒപ്പിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ആ പൂച്ചക്കുഞ്ഞെ കാണിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ, റാനിയ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. റാനിയ.miniature എന്നാണ് പേര്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനിയും കൊറേ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇനി പാർട്ട് 2 ആയിട്ടിടാം. എന്താ വെച്ചാൽ വീഡിയോക്ക് നല്ല ലെങ്ത് ആയിപ്പോ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ പാർട്ട് 2 ആയിട്ടിടാം. അപ്പൊ ആരും മിസ് ചെയ്യരുത് കേട്ടോ പാർട്ട് 2. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാതെ. ബൈ.